Hello. Welcome to market discussion of the day. Today, 12th of February 2026. Thursday ആണ്. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇന്നലെ NFP ഡേ, നോൺ ഫാം പേറോൾ ഡേ കഴിഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, സോ മാർക്കറ്റ് ഡിസ്കഷനിലൂടെ പോകുന്നതിന് മുന്നേറ്റ് നമ്മളുടെ ഫോറക്സ് ട്രേഡിംഗ് കോഴ്സ് മാർച്ച് 3-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത ആഴ്ചയല്ല, മാർച്ച് 3-ാം തീയതി ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ബേസിക്കലി അടുത്ത തിങ്കളാഴ്ച ആണ് ബേസിക്കലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഞാൻ ഡേറ്റ് കറക്റ്റായിട്ട് പറഞ്ഞാൽ മാർച്ച് 2-ാം തീയതി ആണ് നമ്മളുടെ ആ ഒരു കോഴ്സ് നടക്കുന്നത്. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഏറ്റവും അഫോർഡബിൾ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പം അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള കോഴ്സുകൾ പോലും കണ്ടിട്ടുണ്ടാവില്ല. വളരെ ബേസിക് ലെവലിലൊരു കോഴ്സാണ്, ഒരു അഡ്വാൻസ്ഡ് ലെവലിലെ കോഴ്സൊന്നും അല്ല. ഫോറക്സ് ട്രേഡിങ്ങിനെ പറ്റിയുള്ള എല്ലാ ഒരു ബിഗിനർ ലെവലിൽ അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു കോഴ്സാണ്. ഓക്കെ, രാത്രി ഇന്ത്യൻ ടൈമിംഗ് 8:30 മണിക്കാണ് ക്ലാസ്സസ് നടക്കുന്നത്. 7 ദിവസത്തെ ക്ലാസ് ആയിരിക്കും. എന്താ പറയുക, 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ക്ലാസ് ആയിരിക്കും നടന്നു പോകുന്നത്. ഓക്കെ, സോ ഫോറക്സ് ട്രേഡിങ്ങിനെ പറ്റി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും, എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമുക്ക് ഇന്നലെ വന്നിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്കണോമിക് കലണ്ടറിലോട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നോക്കാം അല്ലേ. സോ നമ്മൾ ഇന്നലെ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇന്നലെ നമുക്ക് നോൺ ഫാം പേറോളിൻ്റെ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. 48K ആയിരുന്നു, 48,000 ആൾക്കാർക്കാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് നോൺ ഫാം പേറോൾ എന്നുള്ള കാര്യം പറയാം. ഓക്കെ, നോൺ ഫാം പേറോൾ ഈസ് ദ നമ്പർ ഓഫ് പുതിയ ആൾക്കാർക്ക് US-ലുള്ള നോൺ അഗ്രികൾച്ചറൽ സെക്ടേഴ്സിൽ പുതിയ ആൾക്കാർക്ക് എത്ര പേർക്ക് ജോലി കിട്ടി എന്നുള്ളതാണ് ആക്ച്വലി നോൺ ഫാം പേറോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ പ്രീവിയസ്ലി വന്ന ന്യൂസ് വെച്ചിട്ട് 48,000 ആൾക്കാർക്കാണ് ജോലി കിട്ടിയതെങ്കിൽ ഫോർകാസ്റ്റ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് 66,000 ആൾക്കാർക്കാണ് ജോലി കിട്ടും എന്ന് പ്രവചിച്ചത്. ഓക്കെ, പക്ഷേ ആക്ച്വലി വന്നപ്പോൾ 1,30,000 ആൾക്കാർക്ക് ജോലി കിട്ടി എന്നുള്ളതാണ് സത്യാവസ്ഥ. സോ അത് വളരെ നല്ലതാണ് ആക്ച്വലി. എന്തിന്, നമ്മളുടെ എന്താ പറയുക, ഡോളറിന് വളരെ നല്ലതും, ഗോൾഡിനെ ഇത് ആക്ച്വലി താഴോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഓക്കെ, സോ US-ന്ന് വന്ന ന്യൂസ്, ജോബ് ഡേറ്റ US ഡോളറിന് പോസിറ്റീവും ഗോൾഡിന് നെഗറ്റീവ്, അല്ലെങ്കിൽ ഗോൾഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന എല്ലാത്തിനും നെഗറ്റീവ്, US ഡോളറിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന എല്ലാ പേഴ്സിനും നെഗറ്റീവായിട്ടാണ് എക്കണോമിക്സ് പ്രകാരം നിൽക്കുന്നത്. സോ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പുതിയ ഫെഡറൽ ചെയർമാനായിട്ട് നോമിനേറ്റ് ചെയ്തിട്ടുള്ള കെവിൻ വാഷ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഉറപ്പായിട്ടും എന്ത് സംഭവിക്കും, നമ്മളുടെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഇല്ല, ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനുള്ള പോസിബിലിറ്റി ഉള്ള അടുത്ത വർഷം എന്നുള്ളതാണ് ഇതിനകത്ത് ഈ ജോബ് ഡേറ്റയും എല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഓക്കെ, സോ ആ ഒരു സാഹചര്യത്തിൽ ഗോൾഡ്, നമ്മുടെ US ഡോളറിൻ്റെ വാല്യൂ കൂടുകയും ഗോൾഡിൻ്റെ വാല്യൂ കുറയുകയുമാണ് എക്കണോമിക്കൽ പ്രകാരം ഉണ്ടാകേണ്ടത്. എന്നിട്ടും ഗോൾഡിൻ്റെ പ്രൈസ് ഇപ്പോഴും മുകളിൽ തന്നെയാണ്, അല്ലെങ്കിൽ 5,000-ൻ്റെ മുകളിൽ തന്നെയാണ്. സോ ഇന്നലെ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ന്യൂസ് നടന്നിട്ടുള്ളൊരു സമയം നമുക്ക് നോക്കാം. ഓക്കെ, സോ ഓൾമോസ്റ്റ് നമുക്ക് എത്ര മണിക്കാണ് ഇവിടുത്തെ ഓക്കെ, സോ ആക്ച്വലി എനിക്ക് ഇവിടുത്തെ ടൈമും ഈ പറയുന്ന GMT ടൈമും തമ്മിൽ ഇതാക്കാൻ അറിയില്ല. ഞാനിപ്പോൾ ഇന്ത്യയിലാണുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം കേട്ടോ. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു 4 മണി 3 മണി എന്ന് പറയുമ്പോൾ 4, 5, 6, 7, 8, 8:30 മണിക്കുള്ള ക്യാൻഡിലായത്. ഓക്കെ, സോ ഇത് എനിക്ക് തോന്നുന്നു 2, 3, 4, 5, 6, 7, 7:30 മണിക്കുള്ള ക്യാൻഡിൽ. ഓക്കെ, സോ ഈ ഒരു ക്യാൻഡിലൊക്കെയാണ് നമ്മുടെ ഈ പറയുന്ന ഇത് നടന്നിട്ടുള്ളത്. ഓക്കെ, സോ ഈ ഒരു ക്യാൻഡിലൊക്കെ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ 1 മണിക്കുള്ള ക്യാൻഡിൽ, അതായത് 7:30 മണിക്കുള്ള ക്യാൻഡിൽ. സോ ഈ ഒരു ന്യൂസ് വന്ന സമയത്ത് ആക്ച്വലി ആ ഒരു ക്യാൻഡിൽ മുകളിലോട്ട് പോവുകയുണ്ടായ, അതിനുശേഷം ഒറ്റയടിക്ക് മാർക്കറ്റ് താഴോട്ട് പോയി ഓൾമോസ്റ്റ് ഒരു 1 അവർ ക്യാൻഡിൽ ഒക്കെ 5,034 വരെയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ചെറിയ ടൈം ഫ്രെയിമിൽ, 5 മിനിറ്റത്തെ ടൈം ഫ്രെയിമിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരു ക്യാൻഡിൽ 5,017 വരെയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ന്യൂസ് നടന്ന സമയത്ത് ഭയങ്കരമായ ചാഞ്ചാട്ടം. നിങ്ങൾ 5 മിനിറ്റുള്ള ക്യാൻഡിലൊക്കെ എടുത്ത് നോക്കാൻ നേരത്ത് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വലിയ ലോസുകൾ കാണുകയും നമ്മൾ ലോസിൽ അവസാനിപ്പിക്കാനായിട്ടുള്ള പ്രവണത നമുക്കുണ്ടാകുകയും ചെയ്യും. ഓക്കെ, സോ അതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ബാഡ് ഡിസിഷൻസ് എടുക്കുന്നത്. അതുകൊണ്ടിട്ടാണ് ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളുള്ള സമയത്ത് മാറി നിൽക്കാനായിട്ട് പറയുന്നത്. ഇവിടെ ബേസിക്കലി നമുക്ക് എക്കണോമിക്സ് പ്രകാരം മനസ്സിലാവും എന്ത്, ഗോൾഡ് താഴോട്ട് പോകും എന്നുള്ളൊരു കാര്യം. എന്നും പറഞ്ഞ് അവിടെ വെച്ച് തീരുമാനമെടുക്കാൻ നിന്നാൽ ഈ പറയുന്ന എക്കണോമിക്സ്, നമ്മുടെ മനസ്സ് ഈ സാധനം വർക്കായിട്ട് നമ്മൾ ബാഡ് ഡിസിഷനിലോട്ട് പോകും. അതുകൊണ്ടാണ് മാറി നിൽക്കാനായിട്ട് എടുത്തെടുത്ത് പറയുന്നത്. ഓക്കെ, സോ
എന്തുകൊണ്ട് ഇപ്പോഴും ഗോൾഡ് 5058 നിൽക്കുന്നു? നല്ല ഡേറ്റയാണ് US നിന്ന് വന്നത്. ഓക്കെ, എല്ലാം കൊണ്ട് നോക്കാൻ നേരത്ത്. പക്ഷേ ഇറാനും US തമ്മിലുള്ള ആ ഒരു ഡീല്, അതാണ് നമുക്ക് ബേസിക്കായിട്ടും സംസാരിച്ച് പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ ആ ഒരു ഡീല് എന്താണ് എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോഴും ആ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് എന്നുള്ളൊരു കാര്യത്തിനെക്കുറിച്ച് ഞാൻ ജസ്റ്റ് ഷോർട്ടായിട്ട് പറഞ്ഞു പോവാം. നോക്കി, പല ആൾക്കാരും എൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് ഇറാൻ US തമ്മിലുള്ള ഒരു പ്രോബ്ലം എന്താണ് എന്നുള്ളൊരു കാര്യം. ഓക്കെ, സോ ബേസിക്കലി യുറേനിയം എൻറിച്ച്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഇറാനിൽ നടക്കുന്നുണ്ട്. ഓക്കെ, അതായത് യുറേനിയം ആക്ച്വലി ഇപ്പോൾ നമുക്കൊരു 3 to 5% പ്യൂരിറ്റി ആണെന്നുണ്ടെങ്കിൽ ന്യൂക്ലിയർ പവർ ലെവലിൽ വിച്ച് ക്യാൻ ലൈറ്റ് അപ്പ് എ സിറ്റി, ഒരു ഹോസ്പിറ്റൽ റൺ ചെയ്യാൻ ഒക്കെ ഒരു 3 to 5% പ്യൂരിറ്റി മതിയാവും. ഓക്കെ, ഒരു 20% പ്യൂരിറ്റി ആണെങ്കിൽ മെഡിക്കൽ റിസർച്ചിനും ട്രീറ്റിംഗ് ക്യാൻസറിനെയൊക്കെ യുറേനിയം യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇറാനിൽ ആക്ച്വലി 60 to 90% പ്യൂരിറ്റി ഉള്ള യുറേനിയം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. സോ അത് ബേസിക്കലി വെപ്പൺ ഗ്രേഡാണ്. ഓക്കെ, സോ അത് വെച്ചിട്ട് വെപ്പൺസ് ഉണ്ടാക്കാനായിട്ട് പറ്റുകയും അത് ഇറാന് ഭയങ്കര നല്ലൊരു കാര്യം കൂടെയാണ്. ഓക്കെ, സോ ബേസിക്കലി ആ ഒരു കാര്യം ഇവർ ഗീവ് അപ്പ് ചെയ്യുന്നില്ല. അതിൻ്റെ റീസൺ അവർക്ക് ആ ഒരു എന്താ പറയുക, അവരുടെ സയൻറ്റിഫിക് ഫ്യൂച്ചർ സറണ്ടർ ചെയ്യണ്ട എന്നുള്ളത് കൊണ്ടിട്ടാണ് അവർ സറണ്ടർ ചെയ്യാത്തത്. ഓക്കെ, സോ അത് മാത്രമല്ല, ഇപ്പോൾ US തമ്മിലുള്ള ഒരു മീറ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് $100 billion ഇറാൻ്റെ ഫോറിൻ ബാങ്ക്സ് ആയിട്ടുള്ള സൗത്ത് കൊറിയ, ജപ്പാൻ, അതേപോലെ ഇറാഖ് പോലത്തുള്ള രാജ്യങ്ങളിലുണ്ട്. US സാങ്ഷൻ കാരണം ഈ ബാങ്കുകൾ ഈ പൈസ തിരിച്ചു കൊടുക്കാനായിട്ട് പേടിക്കുന്നു. ഓക്കെ, സോ ആ ഒരു കാര്യം മാത്രമല്ല, ഇറാൻ എന്ന് പറയുന്ന രാജ്യം 5th largest പ്രൊഡ്യൂസർ ഓഫ് ഓയിലാണ്. പക്ഷേ അവരെ ബാൻ ചെയ്തിട്ടുള്ളതാണ്, വേൾഡിലായിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് ബാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ ബേസിക്കലി ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഇത്രയും പൈസ കൊണ്ട് ഇത്രയും ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ അവർക്ക് ട്രേഡ് ചെയ്യാനും പറ്റുന്നില്ല, ഈ ഓയിൽ പുറത്തോട്ട് കൊണ്ടുപോകാനും പറ്റുന്നില്ല. അതേപോലെ തന്നെ അവരുടെ $100 billion വെളിയിലുള്ള ഫോറിൻ രാജ്യത്തായത് കൊണ്ടിട്ട് അവരുടെ എക്കണോമി കൊളാപ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ എക്കണോമിക് വളർത്താനായിട്ട് US ഒരു ഡീല് വെക്കുക എന്നുള്ളതാണ് USൻ്റെ ഉദ്ദേശം. സോ എന്താണ് ഡീല്? ഇവർ ഈ പറയുന്ന 60% മുകളിലായിട്ട് എൻറിച്ച് ചെയ്യുന്ന യുറേനിയത്തിൻ്റെ പരിപാടി നിർത്തിയാൽ അവരുടെ ഈ $100 billion തിരിച്ചു കൊടുക്കുകയും ചെയ്യും, അവർക്ക് ഈ ട്രേഡ് സാങ്ഷൻസ് അവിടുന്ന് മാറ്റുകയും ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് ആക്ച്വലി US നമ്മളുടെ ഇറാനും തമ്മിലുള്ളൊരു മീറ്റിംഗ് ബേസിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇത് എവിടെ ചെന്ന് തീരും, എന്തായി തീരും എന്നുള്ള കാര്യം അറിയത്തില്ല. പക്ഷേ അറിയാമെന്നുള്ളൊരു കാര്യം, ഈ ഒരു മീറ്റിംഗ് സമാധാനത്തിൽ പിരിഞ്ഞാൽ ഇറാൻ ഇത് സമ്മതിച്ച് എന്ന് വിചാരിച്ചോ, ഗോൾഡിൻ്റെ പ്രൈസ് താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, പോസിബിലിറ്റി അല്ല, ഗോൾഡിൻ്റെ പ്രൈസ് താഴോട്ട് പോകും. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു മീറ്റിംഗ് അലസിപ്പിരിഞ്ഞു എങ്കിൽ എന്ത് സംഭവിക്കും? ഗോൾഡിൻ്റെ പ്രൈസ് മുകളിലോട്ടും പോകാനായിട്ടുള്ള പോസിബിലിറ്റിയാണ് കൂടുതലുള്ളത്. സോ ഇത് വൺ ഓഫ് ദ റീസൺ ആണ് ഗോൾഡ് ഇപ്പോഴും മുകളിൽ നിൽക്കുന്നതിൻ്റെ. ഓക്കെ, രണ്ടാമത്തെ റീസൺ ജപ്പാൻ ഇലക്ഷൻ എഫക്റ്റ് ആണ്. ജപ്പാനിൽ പുതിയ പ്രൈം മിനിസ്റ്റർ സാനി തെക്കാച്ചി എന്ന് പറഞ്ഞ് പുതിയ പ്രൈം മിനിസ്റ്ററിൻ്റെ പ്രിഫറൻസ് ഓഫ് സ്പെൻഡിങ് ആൻഡ് ബൊറോയിങ്, അതൊരു ലോങ് ടേം പോസിറ്റീവ് ഫോർ ഗോൾഡ് ആണ്. കാരണം ഗോൾഡ് എന്ന് പറയുന്നത് അവരുടെ കറൻസിയുടെ ഒരു ഹെഡ്ജ് പ്രോഡക്റ്റ് ആയതുകൊണ്ടിട്ട്. ഓക്കെ, ഹെഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ JPY വിൽക്കാൻ നേരത്ത് ഗോൾഡ് ബൈ ചെയ്യുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ഹെഡ്ജ് പ്രോഡക്റ്റ് ആയതുകൊണ്ടിട്ട് അവിടെയും ആക്ച്വലി ഗോൾഡിന് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. സോ അതുകൊണ്ടിട്ടാണ് ഇപ്പോൾ ഇത്രയും നല്ല പോസിറ്റീവ് ന്യൂസുകൾ US നിന്ന് വന്നിട്ടും എന്ത് സംഭവിച്ചത്? ഗോൾഡിൻ്റെ പ്രൈസ് മുകളിൽ തന്നെ നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി പോവുക. സോ അതുകൊണ്ടിട്ട് തന്നെ ഇങ്ങനത്തുള്ള വലിയ എഫക്റ്റ് അതിൻ്റെ കൂടെ തന്നെ ഗ്രീൻലാൻഡിൻ്റെ ഇഷ്യൂ, ഗ്രീൻലാൻഡ് വേണം എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുകയുണ്ടായി. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ. സോ അതിനെ എതിർത്ത യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ താരിഫ് ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവരികയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, സോ അതിനൊരു എന്താ പറയുക, ഒരു പ്രത്യേകിച്ച് അതിനൊരു സമാധാനമൊന്നും ഇതുവരെ ആയിട്ടില്ല. ഓക്കെ, സോ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഗോൾഡിനെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ന്യൂസുകളാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി പോവുക. ഓക്കെ, സോ ഗോൾഡ് അതൊക്കെ കൊണ്ടിട്ടാണ് മുകളിൽ തന്നെ നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യവും നമ്മൾ മനസ്സിലാക്കി പോവുക. ഓക്കെ, ഇതൊക്കെ മനസ്സിലാക്കുക. നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് വന്നാൽ ട്രേഡ് ചെയ്യണ്ട എന്നുള്ളതല്ല, പക്ഷേ ഇതിനകത്തൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ എന്താണ് ഇതിൻ്റെ അപ്ഡേറ്റ്സ് എന്നുള്ളൊരു കാര്യം അറിഞ്ഞിട്ട് പ്രോപ്പറായിട്ടുള്ള റിസ്ക് മാനേജ് ചെയ്തിട്ട് വേണം നമ്മൾ ട്രേഡ് എടുക്കാൻ എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, നമ്മൾ ഇന്ന് ടെക്നിക്കൽ സൈഡിലോട്ട് നമ്മൾ പോകുമ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ്
56 നിൽക്കുന്നു. നമുക്ക് ഗോൾഡിൽ വെച്ച് തന്നെ തുടങ്ങാം ഇന്നത്തെ മാർക്കറ്റ് ഡിസ്കഷൻ. ഓക്കെ, സോ ഗോൾഡിൻ്റെ എന്താ പറയുക, പ്രൈസ് വന്നിട്ട് 5057 നിൽക്കുന്നു. ഓക്കെ, സോ നമുക്ക് ഇനി എന്ത് ചെയ്യാം എന്നുള്ളൊരു കാര്യത്തിനെക്കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു താഴെ വീണ് കിട്ടിയാൽ ഒരു 5000 to 5030 ആ ഒരു ഡിപ്പിലോട്ടൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ അവിടുന്ന് നമ്മൾ ബൈ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് 5030 റേഞ്ചിലൊക്കെയാണ് നമ്മൾ ബൈ ചെയ്യുന്നതെങ്കിൽ, പക്ഷേ ഇത് US സെഷന് ശേഷമല്ല, US സെഷന് മുന്നേ ഉള്ള ഓപ്പർച്യൂണിറ്റിയാണ്. US സെഷൻ കഴിഞ്ഞിട്ട് എനിക്കറിയില്ല, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഓക്കെ, സോ US സെഷന് മുന്നേ ആയിട്ട് നമുക്കൊരു 5030 ലെവലിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 5015 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് 1:1.5 റേഷ്യോയിൽ ടേക്ക് പ്രോഫിറ്റ് വിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്, തെറ്റൊന്നുമില്ല. ഇല്ലാത്ത പക്ഷം നമുക്ക് എന്താ പറയുക, 5097 മുകളിലായിട്ട് പുതിയ 1 hour ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്ത് അത് സസ്റ്റെയിൻ ചെയ്യുകയാണ് എങ്കിൽ നമുക്കൊരു ബ്രേക്കൗട്ട് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ സ്റ്റോപ്പ് ലോസ് 5065 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും. ഓക്കെ, ടേക്ക് പ്രോഫിറ്റ് ഫസ്റ്റ് TP 5127, സെക്കൻഡ് TP 5140 വെക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, ഇല്ലാത്ത പക്ഷം ഒരു സെൽ ഓപ്പർച്യൂണിറ്റിയുടെ ഞാൻ പറഞ്ഞു തരാം, പക്ഷേ അത് നിങ്ങൾ നോക്കിയെടുക്കണം. ഓക്കെ, 5100 അവിടുന്ന് ഓക്കെ എന്താ പറയുക താഴോട്ടാണ് എന്നുള്ളൊരു റിജക്ഷൻ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോട്ട് പോകുന്നില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ടൈറ്റായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ മതി. നിങ്ങളുടെ ഇഷ്ടം വെച്ചിട്ട് പെട്ടെന്നൊരു $10 ടേക്ക് പ്രോഫിറ്റ് എടുത്ത് മാറാവുന്നതും ആണ് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഗോൾഡിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ നേരെ നമ്മൾ GBP USD വരുമ്പോൾ GBP ഇപ്പോൾ കുറച്ച് മുകളിലോട്ട് പോയി. ഓക്കെ, 1.3610 1.3620 ലെവലിലായിരുന്നു നമ്മുടെ ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നത്. സ്റ്റോപ്പ് ലോസ് 1.3550 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടണം. ടേക്ക് പ്രോഫിറ്റ് 1.3730 എന്ന് പറയുന്നത് നമ്മൾ ടേക്ക് പ്രോഫിറ്റ് ഇട്ട് പോവുകയും ചെയ്യണം. ഓക്കെ, സോ ഇതാണ് എനിക്ക് GBPയിൽ പറയാനായിട്ടുള്ളത്. GBP അപ് ട്രെൻഡ് തന്നെയാണ്, ട്രെൻഡൊന്നും ഒരിക്കലും മാറിയിട്ടില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വേണം നമ്മൾ ട്രേഡ് ചെയ്ത് പോകാനായിട്ട്. ഓക്കെ, യൂറോ USDയിലോട്ട് വരുമ്പം 1.1800 അവിടെ നിന്നുള്ള ഒരു ബൈ എൻട്രി ആണ് എനിക്ക് പറയാനായിട്ടുള്ളത്. 1.1740 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ്, ടേക്ക് പ്രോഫിറ്റ് 1:1.5 റേഷ്യോ ഇല്ലെങ്കിൽ 1.200 ഒക്കെ അടുത്തായിട്ട് ടേക്ക് പ്രോഫിറ്റ് എടുത്ത് പോവുകയും ചെയ്യാം. ഓക്കെ, USD JPY ബെയറിഷ് ആണ്. ഓക്കെ, അതുകൊണ്ടിട്ട് തന്നെ ബൈ എൻട്രി ഇല്ല, സെൽ എൻട്രി ആണ് നമുക്കുള്ളത്. 153.40 അവിടുന്ന് നമുക്ക് നല്ലൊരു സെൽ എൻട്രി ഉണ്ട്. ഓക്കെ, 153.40 അവിടെ നമുക്ക് നല്ലൊരു സെൽ എൻട്രി നമുക്ക് കിട്ടും. ഓക്കെ, സോ അവിടെ നിന്നുള്ളൊരു സെൽ എൻട്രി നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ, ഓക്കെ, സോ ആക്ച്വലി ഇത് ഞാൻ പ്രിപ്പയർ ചെയ്ത സമയത്ത് ഒരു ജസ്റ്റ് ഒരു അരമണിക്കൂർ മുന്നേ ആയിരുന്നു കേട്ടോ. സോ ആ ഒരു സമയത്ത് ആക്ച്വലി ഇത് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഓൾറെഡി ഹിറ്റ് ആയിട്ടുണ്ട്. ഇന്നലെയും നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടും. 154 അവിടെ നിന്ന് സെല്ല് ചെയ്യാനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. 154 അവിടെ നിന്ന് സെല്ല് ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാർക്കും നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ. സോ 154 അവിടെ നിന്ന് സെല്ല് ചെയ്യാൻ പറഞ്ഞ ആൾക്കാർക്ക് 155 അവിടെയാണ് സ്റ്റോപ്പ് ലോസ് ഇടാൻ ഞാൻ പറഞ്ഞത്. നമുക്ക് മിനിമം ഒരു 200 പിപ്പിൻ്റെയൊക്കെ സ്റ്റോപ്പ് ലോസ് കിട്ടിയിട്ടുണ്ട്. 150 പിപ്പിൻ്റെയൊക്കെ മിനിമം ടേക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. വളരെ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. JPYയിൽ നിങ്ങൾ ധൈര്യമായിട്ട് എടുത്തോ. മെനഞ്ഞാൻ നമ്മൾ പറഞ്ഞ ഓപ്പർച്യൂണിറ്റിയും കിട്ടി, ഇന്നലെ നമ്മൾ പറഞ്ഞ ഓപ്പർച്യൂണിറ്റിയും കിട്ടി. JPYയിൽ വേറെ ഒന്നിനകത്തും പ്രോപ്പറായിട്ട് വർക്കായില്ലെങ്കിലും ഇതിനകത്ത് വർക്കായി അല്ലേ. സോ ഇന്നും എനിക്ക് പറയാനായിട്ടുള്ള 153.40 അവിടുന്ന് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അവിടുന്ന് സെല്ല് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ സ്റ്റോപ്പ് ലോസ് 153.80 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. ഓക്കെ, ടേക്ക് പ്രോഫിറ്റ് 152.20 152.50 ഒക്കെ എടുത്ത് ടേക്ക് പ്രോഫിറ്റ് വെക്കുന്നത് കൊണ്ട് തെറ്റില്ലാത്ത കാര്യമാണ്. ഇല്ലെങ്കിൽ നമ്മൾ 1:1.5 റേഷ്യോയിൽ ടേക്ക് പ്രോഫിറ്റ് വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. സോ ബേസിക്കലി നിങ്ങൾക്ക് എന്താ പറയുക, നമ്മളുടെ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം, നമ്മുടെ ബ്രോക്കർ അല്ലേ. സോ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കർ സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞൊരു ബ്രോക്കറാണ്. ഇപ്പോൾ നല്ല രീതിയിലുള്ള ഓഫേഴ്സ് കമ്പനി കൊടുക്കുന്നുണ്ട്. $1,500 50% ബോണസും ബാക്കി എത്രയാണ് $1,000 50% ബോണസും ബാക്കി എത്രയാണ് വിടുന്നത് അതിന് 20% ബോണസും എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അപ്പോഴൊക്കെ 20% ബോണസും കമ്പനി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതായത് $1,000 ഇടുന്ന ഒരാൾക്ക് $1,500 ട്രേഡ് ചെയ്യാൻ പറ്റും, 2,000 ഇടുന്ന ഒരാൾക്ക് $2,700 ട്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ അഡ്വാൻറ്റേജ്. ഓക്കെ, സോ സ്റ്റാർ ട്രേഡിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞാൽ മാത്രമേ എനിക്ക് അറിയാൻ പറ്റൂ നിങ്ങൾ ചെയ്തതെന്ന്. അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന എല്ലാ സർവീസും
എനിക്ക് തരാനും പറ്റും. ഡയറക്റ്റ്ലി ഞാൻ നിങ്ങളുടെ ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.